USS പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ചോദ്യമാണിത്. നിങ്ങളുടെ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യ എന്ന് പറയുന്ന പാഠത്തിൽ നിന്നും ചോദിക്കുന്ന ഒരു അടിപൊളി ചോദ്യമാണ്. അപ്പോൾ ഇത് കൃത്യമായി ചെയ്യാൻ അറിയാത്തവരുണ്ടായിരിക്കും വീഡിയോ കാണുന്നവർ. അവരുറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ലൈക്കാണ് എൻ്റെ പ്രചോദനം. നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ ലൈക്കൊക്കെയാണ് ഒരു സന്തോഷം. അപ്പോൾ അത് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിനുള്ള ട്രിക്കാണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളിൽ ഫ്രാക്ഷൻസിൽ ഏതാണ് ഏറ്റവും വലുത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വലിയ സംഖ്യ കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി ഇതാ നോക്കിക്കോ. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ആദ്യത്തെ 2 ഓപ്ഷൻ നിങ്ങൾ എടുക്കുക. ഏതൊക്കെയാണ്? 4/5 ഒരു സംഖ്യ, മറ്റൊരു സംഖ്യ 5/6. ഈ 2 സംഖ്യകളിൽ ഏതാണ് വലുത്? അതാണ് ഞാൻ കണ്ടുപിടിക്കുക. 2 നല്ല ഒരെണ്ണം വലുത് കണ്ടുപിടിക്കാം. എല്ലാം കൂടെ അങ്ങ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആദ്യത്തെ 2 ഓപ്ഷൻ എടുക്കുന്നു. ആ ഓപ്ഷനുകളിൽ ആരാണ് വലുതെന്ന് ഞാൻ നോക്കുകയാണ്. അപ്പോൾ വലുത് നോക്കാനുള്ള എളുപ്പ വഴി എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു പരിപാടി ചെയ്യും. ഇത് 2 കൂടെ ഗുണിക്കുക. 6ഉം 4 കൂടെ ഗുണിച്ച് മുകളിൽ എഴുതി 24. 5ഉം 5 കൂടെ ഗുണിച്ച് എഴുതി 25. മക്കളെ ഇപ്പോൾ എഴുതിയ സംഖ്യയിൽ ആരാ വലുത്? 25 വലുത് എന്ന് പറയുമ്പോൾ ഏത് സംഖ്യയാണ് വലുത്? 5/6 വലുത്. അപ്പോൾ നമുക്ക് ആരെയും അങ്ങ് വെട്ടിക്കളയാം. 4/5 അല്ല വലുത്, 5/6 വലുത്. ഇനി എന്ത് ചെയ്യണം? ഈ 5/6ഉം ഈ തൊട്ടടുത്ത ഓപ്ഷനായ 6/7 കൂടെ താരതമ്യപ്പെടുത്തുന്നുണ്ട്. ഇവർ തമ്മിൽ നോക്കുന്നു. ഇവർ തമ്മിൽ ആരാണ് വലുതെന്ന് നോക്കുന്നു. ഇവർ തമ്മിൽ ആരാ വലുതെന്ന് നോക്കാൻ എന്തോ ഇപ്പം ചെയ്ത അതേ പരിപാടി. 5ഉം 7 കൂടെ ഗുണിച്ച് 35 മുകളിൽ എഴുതി. 6ഉം 6 കൂടെ ഗുണിച്ച് 36 മുകളിൽ എഴുതി. ആരാ വലുത്? 36 എന്ന് പറയുന്ന ഉത്തരമാണ് വലുത്. അല്ലെങ്കിൽ ആരാ വലുത്? 6/7 വലുത്. അതുകൊണ്ട് 5/6 വലുത്? അല്ല, നമുക്ക് കിട്ടി 6/7 വലുത്. ഇനി അടുത്തൊരു ഓപ്ഷൻ കിടപ്പുണ്ട് 7/8. അപ്പോൾ 6/7ഉം 7/8ഉം തമ്മിൽ താരതമ്യപ്പെടുത്തും. നോക്കാം. 8/6 എത്രയാണ്? 48. 7/7 എത്രയാണ്? 49. അപ്പോൾ ആരാ വലുത്? 49 വലുത്. അല്ലെങ്കിൽ ആരാണ് വലുത്? 7/8 വലുത്. അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ഇതിനകത്തെ കൃത്യമായ ഉത്തരം. അപ്പോൾ ഏറ്റവും വലിയ സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ 7/8 ഈ ഓപ്ഷനിൽ ഏറ്റവും വലിയ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഇത് ചെയ്ത് നിങ്ങൾ പഠിക്കണം. അപ്പോൾ വലിയ സംഖ്യ ചോദിച്ചപ്പോൾ ഞാൻ ചെയ്ത പരിപാടി നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു 4 സംഖ്യ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം. ഇവിടെ 4 സംഖ്യ കൊടുത്തിട്ടുണ്ട്. ഫ്രാക്ഷനാണ്. ഇതിലെ സ്മാളർ ആരെന്നാണ് ചോദ്യം. ചെറിയ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ ചെറിയ സംഖ്യയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യണം. ചെയ്തു വരുന്നതിനകത്ത് ചെറുതെടുക്കണം. അപ്പോൾ എങ്ങനെയാണ്? ആദ്യത്തെ ഓപ്ഷനായ 1/5ഉം 2/3 ഇവർ തമ്മിൽ താരതമ്യപ്പെടുത്തുന്നു. അപ്പോൾ എങ്ങനെയാണ്? 3 ഒന്നുകൂടെ ഗുണിക്കുമ്പം 3, 5ഉം 2 കൂടെ ഗുണിക്കുമ്പോൾ 10. അപ്പോൾ ആരാ ചെറുത് എന്നാണ് ചോദ്യം. അപ്പോൾ ചെറുതാരാ? ഇവൻ വലിയവനാണ്. അപ്പോൾ 2/3 വലിയവനാണ്. അപ്പോൾ ചെറുതാരാണ്? 1/5. അപ്പോൾ ഈ 1/5ഉം ഇനി ആരും തമ്മിൽ താരതമ്യപ്പെടുത്തുന്നു? 5/7ഉം തമ്മിൽ താരതമ്യപ്പെടുത്തുന്നു. 7ഉം 1ഉം 7, 5ഉം 5ഉം 25. അപ്പോൾ ആരാ വലുത്? ഇവൻ വലിയവനാണ്. 5/7 വലിയവനാണ്. അപ്പോൾ അവനും ചെറുതല്ല. അടുത്തതാ 1/5ഉം 4/9ഉം തമ്മിൽ നോക്കുന്നു. 1ഉം 9ഉം കൂടെ 9, 5ഉം 4ഉം 20. ആരാ അപ്പം ചെറുത്? അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഈ കൊടുത്തിരിക്കുന്നതിൽ ആരാണ്? 1/5 ആണ്. അപ്പോൾ താരതമ്യപ്പെടുത്തുമ്പോൾ ചെറിയ സംഖ്യ നിങ്ങൾ എടുക്കാണ്ട് 9 എന്നാണ് കിട്ടി. അപ്പോൾ ആരാ ചെറുത്? 1/5 ആണ് ചെറിയ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെയാണ്. അപ്പോൾ ഒരു ഐഡിയ കിട്ടിയാൽ എളുപ്പവഴി മനസ്സിലായല്ലോ. അത് നിങ്ങൾ ചെയ്തിരിക്കണം. നിങ്ങൾ ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. അതൊക്കെയാണ് അടുത്തടുത്ത ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണണ്ടേ. അതിനാണ് ഈ സബ്സ്ക്രിപ്ഷൻ. അല്ലാതെ എനിക്ക് ഉപയോഗമൊന്നുമില്ല. നിങ്ങൾക്ക് കാണാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അല്ലെങ്കിൽ എൻ്റെ ക്ലാസ് ഞാൻ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് 7 മണിയാകുമ്പോൾ നിങ്ങൾക്കൊരു മെസ്സേജ് വരും, ന്യൂജൻ മാത്തിൻ്റെ ക്ലാസ് വന്നിട്ടുണ്ടെന്ന്. അതറിയാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടേക്കുക. അടുത്ത ചോദ്യം നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യണം. ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്യുക. എന്നിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ആരാണ് ലാർജർ എന്നാണ് ചോദ്യം. വലിയ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ കണ്ടെത്തി പറയുക കേട്ടോ. ലാർജർ, വലിയ സംഖ്യ. അടുത്ത ചോദ്യം നിങ്ങൾക്ക് വേണ്ടിയുള്ള മറ്റൊരു ചോദ്യമാണ്. എന്തോ ചോദ്യം നോക്ക്. 111നെ 4111 4444 ഡിവൈഡ് ചെയ്യുന്നു. 222നെ 888 ഡിവൈഡ് ചെയ്യുന്നു. പിന്നെ ഒരു എക്സ് ഉണ്ട്. കണ്ടോ? ഇതെന്തുവാ? എക്സ്. അതെല്ലാം കൂടെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം 3/4 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വില എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? എക്സിൻ്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ചോദ്യം ഒന്നുകൂടെ ഞാൻ എഴുതും. 1111നെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തു? 4444. പിന്നെന്തോ ചെയ്യേണ്ടത്? പ്ലസ് ആണ്. പ്ലസ് 222/8
888. ഈ ഉത്തരങ്ങളുടെ കൂടെ പിന്നെ ഒരു എക്സും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നത് 3/4 ആണ്. ഓക്കെയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വെട്ടി ചെയ്യുന്നതൊക്കെ നിങ്ങളെ പഠിപ്പിച്ചതാണ്. വേണ്ട അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയാൻ ശ്രമിക്കണം. വേണ്ട 111നെ എത്ര പ്രാവശ്യം ഡിവൈഡ് ചെയ്യാം? 4 പ്രാവശ്യം അല്ലേ. 111 × 4 ആണ് 4444. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ? മുകളിൽ 1 ഉണ്ട്, അത് മറന്നു പോരുത്. മുകളിൽ വെട്ടുമ്പോൾ 1 ഉണ്ട്, മുകളിൽ ഒന്നുമില്ലെന്ന് എഴുതാൻ പറ്റൂല. 1/4 ഓക്കെയാണ്. ഇനി 222 എത്ര പ്രാവശ്യം? 888, അതും 4 പ്രാവശ്യം. ഓക്കെയാണ്. അപ്പോൾ 1/4 പ്ലസ് എന്ത് വരും? 1/4 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 3/4. ഓക്കെയാണ്. ഇങ്ങനെയാണ് ചോദ്യം. ഇനി നിങ്ങളെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ ദിവസത്തെ 7 മണിയുടെ ക്ലാസ് കാണുന്നവർക്ക് മാത്രമേ എൻ്റെ ക്ലാസ് കൊണ്ട് ഉപയോഗമുള്ളൂ. അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, തമാശയൊന്നുമല്ല, സീരിയസാണ്. 1/4ഉം 1/4 കൂട്ടി എത്ര? അതൊക്കെ നമ്മൾ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 1/4ഉം 1/4 കൂട്ടിയാൽ നിങ്ങൾക്കറിയാം 1/2 ആണ്. അപ്പോൾ 1/2 അല്ലെങ്കിൽ അരയും എക്സും കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടുന്നു? 3/4 കിട്ടുന്നു. അങ്ങനെയാണ് ഇവിടെ നിന്ന് എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നിങ്ങൾക്കറിയാം 3/4 ഇവിടെ ഉണ്ട്, 1/2 അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ -1/2 ആവും. 3/4 അര പോയാൽ എത്ര? അതൊക്കെ ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞു. 3/4 അര പോയാൽ എത്രയാണ്? നിങ്ങൾക്കറിയാം 1/4 അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 1/4 ആണ് ആൻസർ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കണക്ക് കൃത്യമായിട്ട് ഇങ്ങനെ എഴുതി നോക്കണം പേപ്പറിൽ, എന്നാലേ OMR ഷീറ്റിൽ കറുപ്പിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലാതെ ഓപ്ഷൻ അത്തള പിത്തള തവളാച്ചിയും 1 2 3 എടുക്കാനും നിൽക്കരുത്, പഠിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര മാത്രം. അപ്പോൾ ഇന്ന് കാണിച്ചിരിക്കുന്ന ചോദ്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായി പഠിക്കണം. ഹോംവർക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. അപ്പോൾ നാളത്തെ ക്ലാസ്സിൽ ഹോംവർക്കിൻ്റെ ആൻസറും അതോടെ ബാക്കി ചോദ്യങ്ങളും നമ്മൾ പഠിക്കും.